ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു അഡാപ്റ്റേഷനും ആപ്റ്റിറ്റ്യൂഡും തമ്മിലുള്ള ഡിഫറൻസ്. ആ വീഡിയോയ്ക്ക് ശേഷം ഇന്നലെ എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് വന്നായിരുന്നു. അഡാപ്റ്റേഷൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ മെസ്സേജ് ആണ്. അപ്പോൾ ആ കുട്ടി എനിക്ക് അഡാപ്റ്റേഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളോടൊക്കെ പറഞ്ഞു തന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞത് കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്ട്രെയിറ്റ് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യം എനിക്ക് വന്നത് ആ കുട്ടിയുടെ കുറച്ച് വോയിസ് മെസ്സേജ് ആണ്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ആദ്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, ഈ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 to 12 വീക്സ് പ്രോഗ്രാം ആണ്. സ്റ്റുഡന്റ് നേഴ്സിന്റെ സാലറി അഡാപ്റ്റേഷൻ പീരീഡിൽ നഴ്സസിന് കിട്ടുന്നതാണ്. ഒരു സ്റ്റാഫ് നേഴ്സിന്റെ സെയിം അവേഴ്സിലാണ് ഈ അഡാപ്റ്റേഷൻ പീരീഡിൽ വർക്ക് ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ, നിങ്ങൾക്ക് ഒരു പ്രിസെപ്റ്ററിനെ കിട്ടും. അപ്പോൾ പ്രിസെപ്റ്ററിന്റെ ഡ്യൂട്ടിയുടെ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഡ്യൂട്ടി വരുന്നത്. അപ്പോൾ അവർ വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് നിങ്ങൾക്കും ഡ്യൂട്ടി തരുന്നത്. അതിനുശേഷം എൻഡ് ഓഫ് ദ ഡേ ആ പ്രിസെപ്റ്റർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമന്റും തരും അന്നത്തെ ഡ്യൂട്ടിയെ കുറിച്ച്. അപ്പൊ ആദ്യം ഇത്രയൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് മെസ്സേജസ് ഒക്കെ ആയിട്ട് അയച്ചു. ഇത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. കാരണം ആ പുള്ളിക്കാരി ഒരു ഇൻട്രോവേർട്ട് ആണ്. സോ ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻട്രോവേർട്സിന് പറ്റുന്ന ഒരു പരിപാടിയല്ല അഡാപ്റ്റേഷൻ എന്നാണ് ആ കുട്ടി പറഞ്ഞത്. കാരണം നമ്മൾ ഇൻട്രോവേർട്സ് ഒക്കെ ആയിട്ടുള്ളവർ ഒരാളോട് മിങ്കിളായി വരുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ ഈ പ്രിസെപ്റ്റേഴ്സ് നമ്മളെ അസസ് ചെയ്യും. ഓക്കെ, ഈ കുട്ടി അധികം അങ്ങനെ മിണ്ടത്തില്ലായിരിക്കും എന്നൊക്കെ. പിന്നെ നമ്മൾ എത്ര അത് മാറ്റാൻ നോക്കിയാലും ആ ഒരു എന്താ പറയുക, ആദ്യത്തെ ആ ഒരു ഇംപ്രഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ പാടാണ് എന്നാണ് ആ കുട്ടി പറയുന്നത്. അപ്പം അവരുടെ ബാച്ചിൽ വന്നവരിൽ വളരെ കുറച്ച് പേർക്കാണ് നല്ല പ്രിസെപ്റ്റേഴ്സിനെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അത്രയും സ്ട്രെസ്ഫുൾ ഇല്ല. അല്ലാത്തവർക്കൊക്കെ നല്ല സ്ട്രെസ് ആണ്. കൂടുതൽ ഐറിഷ് പ്രിസെപ്റ്റേഴ്സിനെ കിട്ടിയവർക്കാണ് സ്ട്രെസ് കൂടുതൽ. ഫിലിപ്പീൻസ് ഒക്കെ പ്രിസെപ്റ്റർ ആയിട്ടുണ്ട്. അവർക്ക് അത്രയും പ്രോബ്ലം ഇല്ല. കാരണം അവർ ഇതുപോലൊക്കെ വന്നതായതുകൊണ്ടായിരിക്കാം എന്ന് ആ കുട്ടി പറയുന്നു. ഐറിഷ് പ്രിസെപ്റ്റേഴ്സ് നമ്മുടെ ഫ്രണ്ടിൽ വളരെ നന്നായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ ലാസ്റ്റ് നമുക്ക് നെഗറ്റീവ് കമന്റ്സും അങ്ങനെയൊക്കെയാണ് തരുന്നത്. ഭയങ്കര സപ്പോർട്ടീവ് ഒക്കെ ആയിട്ട് കാണിക്കും. പക്ഷെ ആക്ച്വലി അത്ര സപ്പോർട്ടീവ് അല്ല. നമുക്ക് കൂടുതൽ സ്ട്രഗിൾ തരാനാണ് നോക്കുന്നത്. സോ അങ്ങനെയൊക്കെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ആ കുട്ടി പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഇൻട്രോവേർട്സിന് പറ്റുന്നതല്ല ഈ ഒരു അഡാപ്റ്റേഷൻ പ്രോഗ്രാം. കാരണം ഇതൊരു 6 to 12 വീക്സ് ടൈം ഉണ്ട്. അപ്പം അവർക്ക് നമ്മളെ അസസ് ചെയ്യാനായിട്ട് നമുക്ക് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഞാൻ പറഞ്ഞായിരുന്നു ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത്, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. അപ്പം ആ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നമ്മൾ കുറവാണ് എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതില് പാസ്സാകാനായിട്ടുള്ള ചാൻസസ് കുറയുവാണ് ചെയ്യുന്നത്. പക്ഷെ ആപ്റ്റിറ്റ്യൂഡിന്റെ കേസിൽ അങ്ങനല്ല. ഒരു ഒറ്റ ദിവസം കൊണ്ടാണ് നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷന് കൊണ്ട് അവർ കൂടുതലും പ്രൊസീജിയേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് കോഴ്സ് നമ്മൾ പേഷ്യന്റ് ആയിട്ടൊക്കെ അവരെ അസ്യൂം ചെയ്ത് നമ്മൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതും നോക്കുന്നുണ്ട്. പക്ഷെ കൂടുതലും പ്രൊസീജിയേഴ്സിനാണ് ആപ്റ്റിറ്റ്യൂഡിന്റെ കേസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ കുട്ടി പറഞ്ഞത്, ഇപ്പൊ അങ്ങോട്ട് ചെല്ലും തോറും ഈ അഡാപ്റ്റേഷൻ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം ഇതിന് തമ്മിൽ ഇങ്ങനെ ബിഗ് ബോസ് ഹൗസ് പോലെ എന്നൊക്കെ പറയാനായിട്ടുള്ള കാരണം, എനിക്ക് വന്ന മെസ്സേജിന്റെ അത് ആ കുട്ടി തന്നെ മെൻഷൻ ചെയ്തിരിക്കുന്നതാണ്. കാരണം നമ്മൾ ഒത്തിരി ഫേക്ക് ആയിട്ട് നിൽക്കണം. കാരണം നമുക്ക് നമ്മുടെ ഒറിജിനലായിട്ട്, നമ്മളിപ്പോൾ അധികം ആരോടും മിങ്കിൾ ചെയ്യാത്ത ഒരാളാണെങ്കിൽ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര സ്കോറിംഗ് ഒന്നും കിട്ടത്തില്ല. നന്നായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരാളാണ് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പൊ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഫേക്ക് ആയിട്ട് നിൽക്കണം, നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നണം. അപ്പം ഇതൊക്കെയാണ് ആ കുട്ടി പറഞ്ഞു തന്നത്. അപ്പൊ അതുപോലെ ബിഗ് ബോസ് ഹൗസ് പോലെ ഒരു സ്ട്രെസ്ഫുൾ ഹൗസ് ആണ് എന്നുള്ള രീതിയിലാണ് ആ കുട്ടി മെൻഷൻ ചെയ്തത്. എന്തായാലും ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മെസ്സേജസിലൂടെ കാണിക്കാം. ബാക്കി വോയിസ് ആണ്. അപ്പൊ അത് ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടില്ല. മെസ്സേജസ് ഞാൻ കുറച്ച് കാണിച്ചു തരാം.
ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇപ്പൊ ഈ കുട്ടിയുടെ കേസ് മാത്രമല്ല ഈ കുട്ടി പറയുന്നത്, കൂടെ ഉള്ളവരും ഇതുപോലെ അഡാപ്റ്റേഷൻ, ഓരോ ദിവസത്തെ അഡാപ്റ്റേഷൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് രാത്രിയിൽ വന്നിട്ട് ഭയങ്കര കരച്ചിലാണ് എന്നൊക്കെയാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത്. എന്റെ വോയിസ് മെസ്സേജിൽ അങ്ങനെയൊക്കെയാണ് അയച്ചിരിക്കുന്നത്. സോ ആയിരിക്കാം ചിലർക്ക്, ഞാൻ പറഞ്ഞല്ലോ, കിട്ടുന്ന പ്രിസെപ്റ്റേഴ്സിനെ ആശ്രയിച്ചിരിക്കും. ചിലർക്ക് സ്ട്രെസ്ഫുൾ ആയിരിക്കും, ചിലർക്ക് അത്രയ്ക്കും സ്ട്രെസ്ഫുൾ ആയിരിക്കത്തില്ല. ഇവരുടെ ബാച്ചിൽ വന്നവരിൽ വളരെ കുറച്ച് പേർക്ക് അത്രയും സ്ട്രെസ്ഫുൾ അല്ലാത്തതുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ സ്ട്രെസ്ഫുൾ ആണ് എന്നാണ് ആ കുട്ടി പറഞ്ഞത്. സോ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, നിങ്ങൾ അധികം മിങ്കിൾ ചെയ്യാത്ത ആളാണ്, ഇൻട്രോവേർട്ട് ഒക്കെ ആണെങ്കിൽ ബെറ്റർ നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടി ആവശ്യപ്പെടുന്ന ഹോസ്പിറ്റൽസിന്റെ ഒക്കെ ഇന്റർവ്യൂസ് വരുവാണെങ്കിൽ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏജൻസിക്കാരോട് ചോദിച്ചാൽ മതി, ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണോ അഡാപ്റ്റേഷൻ ആണോ അറ്റൻഡ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് ഇന്റർവ്യൂ ചൂസ് ചെയ്യാം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇന്റർവ്യൂ കിട്ടാനും പാടാണ്, കാരണം റിക്രൂട്ട്മെന്റ് ഫ്രീസ് നടക്കുന്നത് കൊണ്ട് എല്ലാവരും കംപ്ലീറ്റ്ലി പെട്ടൊരവസ്ഥയാണെന്നറിയാം. റിക്രൂട്ട്മെന്റ് ഫ്രീസ് ഉടനെ എൻഡ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു, കാരണം ഹെൽത്ത് മിനിസ്റ്റർ ഒക്കെ അതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് ഇടാം. സോ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്, നാട്ടിലുള്ളവര് അയർലൻഡിലേക്ക് അഡാപ്റ്റേഷന് വരാനിരിക്കുന്നവർക്ക് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി തരാനാണ്. നമ്മൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിരിക്കണം, നന്നായിട്ട് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം, ഇതൊക്കെ അവർക്ക് അവരുടെ മുന്നിൽ കാണിക്കണം, ആക്ട് ചെയ്യേണ്ടടുത്ത് ആക്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കി, അങ്ങനെയാണ് അഡാപ്റ്റേഷൻ എന്ന് മനസ്സിലാക്കി വരാനാണ്. കാരണം നമുക്കൊരു പ്രിസെപ്റ്ററിനെയാണ് കിട്ടുന്നത്. ആ പ്രിസെപ്റ്റർ നമ്മൾ വരുമ്പോഴേ 1-2 ദിവസം കൊണ്ട് തന്നെ നമ്മളെ അസസ് ചെയ്യും. പിന്നെ അതിന്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ടുള്ള അസസ്മെന്റ് ഒക്കെ വരുന്നത്. അപ്പം ആദ്യത്തെ 2 ദിവസമൊക്കെ വളരെ ഇതായിട്ട് നിന്നിട്ട് പിന്നെ അങ്ങോട്ട് ഭയങ്കര ആക്റ്റീവ് ആകാം എന്നൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഫെയിലിയേഴ്സിന് ചാൻസസ് കൂടുതലാണ്. അഡാപ്റ്റേഷനിൽ ഫെയിലിയേഴ്സ് ഉണ്ട്, ഈ പറഞ്ഞ ബാച്ചിലും ഫെയിലിയേഴ്സ് ഉണ്ട്. സോ അഡാപ്റ്റേഷൻ ഇങ്ങനെയൊക്കെയാണ്, ചിലപ്പോൾ സ്ട്രെസ്ഫുൾ ആകാനും ചാൻസ് ഉണ്ട്. ഇതിനൊക്കെ വേണ്ടി മൈൻഡ് പ്രിപ്പയർ ആയിട്ട് വരിക. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.